പൂരങ്ങളുടെയും മേളങ്ങളുടെയും നാടായ തൃശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ ചരിത്രമുറങ്ങുന്ന മണ്ണാണ്. മതസൗഹാർദ്ദത്തിൻ്റെ ഉദാത്തമായ ചിഹ്നങ്ങൾ ഈ മണ്ണിൽ അഭിമാനപൂർവ്വം നിൽക്കുന്നു. ഇതാ, സാമൂതിരി രാജാവായിരുന്ന ചേരമാൻ പെരുമാളിൻ്റെ ഓർമ്മകൾ ഉറങ്ങുന്ന ഈ ഭൂമികയിൽ ഒരു ഗജരാജനുണ്ട്. പേര് പുല്ലൂട്ട് ഉണ്ണികൃഷ്ണൻ. ഈ ദേശക്കാരോട് ഒരാനയുടെ പേര് പറയാൻ ആവശ്യപ്പെട്ടാൽ അവർ ആദ്യം പറയുന്ന പേര് ഉണ്ണികൃഷ്ണൻ്റേതായിരിക്കും. കേരളത്തിൽ തലയെടുപ്പും ആകാരഭംഗിയും മറ്റ് സവിശേഷതകളെല്ലാമുള്ള ആനകൾ ആരുമില്ലാത്തതുകൊണ്ടല്ല. കൊടുങ്ങല്ലൂർക്കാർക്ക് ഒരാനയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആദ്യം നാവിൽ വരുന്ന പേര് ഇവൻ്റേതാണെന്ന് മാത്രം. അത്രത്തോളം ഉണ്ണികൃഷ്ണൻ ദേശപ്പെരുമയുള്ള ഈ ഭൂമിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നമുക്ക് വളരെ പ്രിയപ്പെട്ട ഒരു ആനയാണ് നമ്മോടൊപ്പം ഉള്ളത്. കാരണം ഈ പരിസരത്ത് വെച്ച് കൊടുങ്ങല്ലൂർ ഈ പ്രാന്തപ്രദേശങ്ങളിൽ ഏറ്റവും പോപ്പുലറായ ഒരു ആനയാണ് ഉണ്ണികൃഷ്ണൻ പുല്ലൂറ്റ് എന്ന് പറഞ്ഞ ആന. ഒരു പരിപാടികളുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ക്ഷേത്രങ്ങൾ ഈ പരിസരത്തൊക്കെ പോകുമ്പോഴും അവിടുത്തെ ഒരു മെയിൻ പന്തലിൽ മെയിൻ തിടമ്പേറ്റി നിൽക്കുന്ന ആനയാണ് ഉണ്ണികൃഷ്ണൻ എന്ന ഈ ആന. വളരെ ലക്ഷമൊത്തര ആനയാണ്. നമ്മുടെ 25 വർഷം ഒരുപക്ഷെ വേണമെങ്കിൽ ഈ പരിസരത്ത് വേറെ ആനകളില്ല എന്ന് വേണമെങ്കിൽ പറയാം. അത്രയ്ക്ക് ലക്ഷണമൊത്തര ആനയാണ്. ഒരുവിധ പ്രശ്നങ്ങളൊന്നും ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. ആന വളരെ സൗഹൃദപരമായിട്ടുള്ള നമ്മുടെ കുടുംബാംഗങ്ങളായിട്ട് വളരെ സ്നേഹത്തോടെ പെരുമാറുകയും വളരെ അടുത്തിടവുകയും ചെയ്യുന്ന വളരെ സുന്ദര കുട്ടപ്പനായ നല്ലൊരു ആനയാണ്. ഉണ്ണികൃഷ്ണൻ ഇവിടെ എത്തിയിട്ട് വർഷം 25 പിന്നിട്ടിരിക്കുന്നു. ഒരു ദേശത്ത് ഏതൊരു മനുഷ്യനും സ്വന്തം വേരുകൾ ഉറപ്പിക്കുവാനും ആ നാട്ടുകാരനാകുവാനും 1/4 നൂറ്റാണ്ട് ധാരാളം. സ്വഭാവ ഗുണം കൂടി ഉണ്ടെങ്കിൽ ജനം അത് പിന്നെയും കൂട്ടിപ്പറയും. ദേശക്കാരനെന്ന് മറ്റുള്ളവരോട് അഭിമാനത്തോടെ പറയും. അത് കാട്ടിൽ കഴിഞ്ഞവനെന്നോ നാട്ടിൽ കഴിഞ്ഞവനെന്നോ ഭേദമില്ലാതെ കിട്ടുന്ന പരിഗണനയാണ്. അത്തരമൊരു പരിഗണന കിട്ടിയതിൽ വിനയാന്വിതനായി പ്രായത്തിൻ്റെ പരിപക്വമായ മനസ്സോടെ ശ്രീ ഹാജി അബ്ദുൽ ഗഫൂറിൻ്റെ തറവാട്ടിൽ ഇവൻ നിൽക്കുന്നു. ഈ ആന 25 വർഷമായി എൻ്റെ കയ്യിൽ ഇരിക്കുന്നത്. ഫാദറുള്ള കാലം മുതലേ ഉള്ള ആനയാണ്. 1983 മുതൽ എൻ്റെ തറവാട്ട് വീട്ടിലുള്ള ആനയാണ്. ഈ കൊടുങ്ങല്ലൂരിൽ ഇപ്പോൾ ഈ ഒരു ആനയേ ഉള്ളൂ. കൊടുങ്ങല്ലൂരിൻ്റെ ചുറ്റുവട്ടത്ത് തിരുവഞ്ചക്കുളം എന്ന സ്ഥലത്താണ് ഇപ്പോൾ ഈ ആന നിൽക്കുന്നതും എൻ്റെ വീടും. തിരുവഞ്ചക്കുളം ചേരമാമ്പള്ളിയുടെയും തിരുവഞ്ചക്കുളം മാധവക്ഷേത്രത്തിൻ്റെയും നടുവിലാണ് ഈ ആന നിർത്തിയിരിക്കുന്നത് തറവാട്ട് വീട്. വളരെ ശാന്ത സ്വഭാവമാണ് ആന. ഒരുവിധം പൂരങ്ങളിലെല്ലാം 3 ആന 5 ആനകളുള്ള പരിപാടികളെല്ലാം തിടമ്പേറ്റി എഴുന്നള്ളിക്കുന്ന ആനയാണ്. മറ്റുള്ള ആനകളുമായിട്ട് യാതൊരുവിധ കലാപവുമില്ല. കൂട്ടാന അതുപോലുള്ള പ്രശ്നങ്ങളോ വെടി പൊട്ടുന്നതിനുള്ള പേടിയോ അതുപോലുള്ള യാതൊരുവിധ ബുദ്ധിമുട്ടോ പ്രശ്നങ്ങളോ ഇല്ല. യാതൊരു കലാപവും ഇല്ലാത്ത ആനയാണ്. ഏത് വെടികെട്ടിൻ്റെ ഇടയിലും നിർത്തിപ്പോകാവുന്ന ശാന്തനായ ആനയാണ്. ബീഹാർ സ്വദേശിയാണ് പുല്ലൂട്ട് ഉണ്ണികൃഷ്ണൻ. ബീഹാർ ആനകളുടെ സവിശേഷത അവയുടെ ആകാര തികവ് തന്നെയാണ്. ഉണ്ണികൃഷ്ണനും ആ ദേശഗുണം കിട്ടിയിട്ടുണ്ട്. ഒരൊറ്റ നോട്ടത്തിൽ തന്നെ പുല്ലൂട്ട് ഉണ്ണികൃഷ്ണനെ ഏത് പൂരപ്പറമ്പിലും ആനപ്രേമികൾ തിരിച്ചറിയും. മറ്റൊന്നുമല്ല, അതിവൻ്റെ മദഗിരിയുടെ പ്രത്യേകത കൊണ്ടാണ്. മദഗിരി ആനകളുടെ ഐശ്വര്യത്തിന് മാറ്റുകൂട്ടുകയും വളരെ പെട്ടെന്ന് തിരിച്ചറിയുവാൻ സഹായിക്കുകയും ചെയ്യും. പുല്ലൂട്ട് ഉണ്ണികൃഷ്ണൻ്റെ നെറ്റിയിലും തുമ്പിയിലുമെല്ലാം ചരൽ വാരി എറിഞ്ഞതുപോലുള്ള മദഗിരിയാണുള്ളത്. മദഗിരി ബീഹാറി ആനകൾക്ക് ഒരൽപ്പം ഐശ്വര്യം കൂട്ടി നൽകാറുണ്ടെന്ന് പറഞ്ഞാൽ മറ്റ് ദേശക്കാർ പിണങ്ങില്ല. വെള്ളാരം കല്ലിൻ്റെ ശോഭയുള്ള മദഗിരി ചെവിയിലേക്കും പടർന്നിട്ടുണ്ട്. ഉറച്ച കൊമ്പുകൾ, നല്ല തലക്കുന്നി, ചെവിക്കും സൗന്ദര്യമുണ്ട്. പുല്ലൂട്ട് ഉണ്ണികൃഷ്ണൻ്റെ ഉയരം 9.5 അടിയോളം വരും. കേരളത്തിലെ ശരാശരി ആനകൾക്ക് അവകാശപ്പെടാൻ കഴിയുന്ന ഉയരം തനിക്കുമുണ്ടെന്ന് ഇവൻ പറയും. അത് ശരിയാണ് താനും. നല്ല നടയമരങ്ങളുള്ള ഉണ്ണികൃഷ്ണന് ഭേദപ്പെട്ട വാലും ഉയർന്ന തലക്കുന്നിയും ഐശ്വര്യമാണ്. വലത്തെ ചെവി കൂർപ്പിച്ച് നിന്ന് കാര്യങ്ങളിൽ എന്തെങ്കിലും പന്തികേടുണ്ടോ എന്ന് ശ്രദ്ധിക്കുകയാണ് ഗജരാജപ്പട്ടം നേടിയിട്ടുള്ള കൊടുങ്ങല്ലൂരുകാരൻ. പൂരപ്പറമ്പിലെ സൂപ്പർ സ്റ്റാർ എന്നും തിളങ്ങുന്ന നക്ഷത്രമെന്നും ആരാധകരുടെ കണ്ണിലുണ്ണിയെന്നൊന്നും പറഞ്ഞില്ലേലും ഒന്നിനും കൊള്ളാത്തവനെന്ന് പറയാതിരുന്നാൽ മതി. അതാണ് ഈ ഒറ്റ നിൽപ്പിൽ അടങ്ങിയിരിക്കുന്ന ഭാഷ്യം.